ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ കാണാം കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ബസ്മതി റൈസ് ഒരു കപ്പ് വെള്ളത്തിലിട്ടു. തലേ ദിവസം ഇട്ട് വെച്ചിരുന്ന ചെറുപയർ എടുത്ത് ഞാൻ കുക്കറിൽ ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടിനായിട്ട് ചെറുപയർ കറിയാണ്. അതിനായിട്ട് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് പയർ ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പുട്ടിന് മാവൊന്ന് തിരുമ്മി വെക്കാം. പിന്നെ തേങ്ങ വേണം, തേങ്ങ രണ്ടിനും വേണം. നമുക്ക് പുട്ടിനും വേണം, ചെറുപയർക്കും വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ജീരകം ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് താളിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുട്ടുമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊന്ന് ചായ പിടിച്ചു. അപ്പോൾ ഇത് സീബേ പല്ലൊക്കെ തേച്ച് വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും ചെറുപയറും കൊടുക്കാം കേട്ടോ. അവന് നല്ല ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അങ്ങനെ അതും കഴിച്ചു. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാം. അപ്പം മുട്ടച്ചോറ് എന്ന് പറയുമ്പോൾ ഈ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, തട്ടിക്കുട്ടി മുട്ടച്ചോറ്. അപ്പം നമ്മുടെ സവാള മൊരിച്ചെടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മുട്ട തട്ടിയിട്ടു. അപ്പോൾ ഈ ചിക്കി എടുത്തിട്ട് നമ്മൾ ആ ഒരു ചോറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ തട്ടിക്കുട്ടി മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓരോ കുട്ടികൾക്കായിട്ട് ഓരോ സ്നാക്സാണ് മിസ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജിലേബിയാണ് കേട്ടോ. പിന്നെ ട്രീ ഒരുക്കാനായിട്ട് കുറച്ച് സാധനം കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളം, ചോറ്, സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ഇച്ചാച്ച സീബേബിനെ റെഡിയാക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം തന്നെ ഇറങ്ങണം. അവനെ ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ വേഗം ചെന്നപ്പോഴാണ്, വേഗം എന്ന് പറയാൻ പറ്റില്ല, സമയം കഴിഞ്ഞു പോയി. ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഞാനും ഓഡിറ്റോറിയത്തിലോട്ട് കയറി. അപ്പോൾ കിൻഡർഗാർട്ടൻ ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രയർ, പിന്നെ വെൽക്കം സ്പീച്ച്, പിന്നെ നമ്മുടെ മാലാകുട്ടികളുടെ ഡാൻസ്. എന്ത് ഭംഗിയായിരുന്നു മാലാകുട്ടികളെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സ്റ്റേജിൽ എന്ത് ഭംഗി. അതിൻ്റെ ഇടയിൽ അമ്മമാരുടെ ഒരു കസരത്തായിരുന്നു. അപ്പോൾ എന്നെ കണ്ടില്ലല്ലോ എന്നൊരാൾ. അപ്പോൾ അതിനെയും കാണിച്ചു കൊടുത്തു. പിന്നെ സിയുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ്. അപ്പോൾ പ്രീ KG, LKG, UKG എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ സോങ്സ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാന്റ അപ്പൂപ്പന്മാരുടെ ഒരു വരവ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ക്ലാസ്സിലെ ബോയ്സും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ക്യൂട്ടായിരുന്നു കാണാനായിട്ട് എല്ലാ അപ്പൂപ്പന്മാരെ. എന്ത് ഭംഗിയായിരുന്നു. സീവേവിനെ കണ്ടുപിടിക്കാൻ പെട്ടെന്നൊന്നും പറ്റില്ല, എന്നാലും ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. കാരണം അവൻ്റെ കുറച്ച് വെൽവെറ്റ് ടൈപ്പ് ഉടുപ്പായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ദേ അവർ വട്ടം കറങ്ങി, തലകുത്തി മറിഞ്ഞു, ഡാൻസ് കളിച്ചു, എല്ലാം സ്റ്റേജിൽ അടിപൊളിയാക്കി. അപ്പോൾ അവരുടെ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോ സെക്ഷനാണ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്ലാസ്സിലെ സെലിബ്രേഷനാണ്. അപ്പം നമുക്ക് പേരൻസ് വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ദേ സീബേബി ഇവിടെ നിൽപ്പുണ്ട്. ബായ്.